ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ രാഷ്ട്രീയക്കാരൻ വിനോദിനെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെടാ എൻ്റെ പൂമാല? അപ്പോഴേക്കും നമ്മുടെ സച്ചിയും രേവതിയും വണ്ടിയും കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണേ. അങ്ങനെ അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും പിടിക്കടാ അവനെ, പിടിച്ച് എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാ എന്ന് പറയണേ. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് സച്ചിയെ പിടിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ രേവതി, എന്തിനാ സച്ചിയേട്ടനെ പിടിച്ചത് സർ? വിടാൻ പറയണം സർ, സച്ചിയേട്ടൻ ഒരു തെറ്റും ചെയ്തില്ല എന്നൊക്കെ പറയണേ. 30 വർഷമായി ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ട് പോസ്റ്റർ ഒട്ടിച്ച് തുടങ്ങിയതാ. ഇപ്പോഴാണ് എന്റെ മുഖം പോസ്റ്ററിലൊന്ന് അച്ചടിച്ച് വരാൻ തുടങ്ങിയത്. നിനക്കൊക്കെ എന്റെ ഇമേജ് തകർത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഞാൻ തെരുവിൽ അലയുന്നത് നിനക്ക് കാണണല്ലടാ. എന്നിട്ട് വിനോദിനെ പിടിച്ച് ഒരടി കൊടുത്ത് പറയുന്നുണ്ട്, ഈ മണ്ടനെ വിശ്വസിച്ച് നിന്നെ ഓർഡർ ഏൽപ്പിച്ചത് എന്റെ തെറ്റാണ്. എത്ര നാളായടാ എന്റെ എതിർകക്ഷിയുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങിയിട്ട് എന്നങ്ങ് പറയുന്ന നേരത്ത് സച്ചി പറയുന്നുണ്ട്, ഞാനൊരു രാഷ്ട്രീയക്കാരനും അല്ല സർ, ഒരു കക്ഷിയുടെയും ആളല്ല. ഞാനൊരു സാധാരണ ഡ്രൈവറാണ്. ഈ പൂമാല ഇവിടെ എത്തിക്കാൻ കുറച്ച് ലേറ്റായി പോയി. ഞാനറിയാതെ എന്തൊക്കെയോ സംഭവിച്ചു. എന്തായാലും ഞാൻ പൂമാല എത്തിച്ചിട്ടുണ്ടെന്ന് പറയണേ. അപ്പോഴേക്കും അയാള് മറ്റുള്ളവരോട് പോയി നോക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അവരൊക്കെ പോയി നോക്കുമ്പോൾ ആ പൂമാല വണ്ടിക്കകത്ത് കാണുന്നുണ്ട്. ഇതിലുണ്ട് സർ. എന്നിട്ട് സച്ചിയെ അയാൾ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ വിരട്ടിയോണ്ട് മാത്രല്ലടാ നീ ഈ പൂമാലയുമായിട്ട് എത്തിയത്. ഇവനെ ഞാൻ അങ്ങനെ വെറുതെ വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. കല്യാണം കഴിയുന്നത് വരെ ഓഡിറ്റോറിയത്തിന്റെ റൂമിൽ ഇവനെ കെട്ടിയിട് എന്നും പറഞ്ഞ അയാൾ അങ്ങ് പോവാണേ. പിന്നാലെ നമ്മുടെ രേവതിയും ഓടിപ്പോകുന്നുണ്ട്. സാറിന്റെ പൂമാല കിട്ടിയില്ലേ? പിന്നെ എന്തിനാ നിങ്ങൾ സച്ചിയേട്ടനെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് പറയാൻ നീ ആരാ? ഞാൻ രേവതി, അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഞാനും എൻ്റെ അനിയത്തിയും അയൽവാസികളും എല്ലാവരും കൂടിയാ ഈ പൂമാല രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് കെട്ടിത്തീർത്തത് സർ എന്നൊക്കെ പറഞ്ഞ് കരയുന്നത് കാണുമ്പോൾ അയാൾ സച്ചിയുടെ അടുത്തേക്ക് തന്നെ വരികയാണേ. ഈ പറഞ്ഞത് സത്യമാണോ? ഞാൻ നിങ്ങളെ ചതിക്കാനായിരുന്നെങ്കിൽ ഈ പൂമാല ഇവിടെ എത്തിക്കായിരുന്നു എന്ന് ചോദിക്കാണ് സച്ചി. എടാ, നീ എൻ്റെ വാക്ക് കേട്ട് പേടിച്ചിട്ടല്ലേ ഈ പൂമാല ഇവിടെ എത്തിച്ചത്? അല്ല സർ, എനിക്കറിയാൻ പേടിയില്ല. ആകെ പേടിയുണ്ടായിരുന്നത് കല്യാണത്തിന്റെ മുഹൂർത്ത സമയത്തെങ്കിലും ഈ മാല ഇവിടെ എത്തിക്കണം എന്ന കാര്യത്തിലാണ് എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഞങ്ങൾ രാവിലെ തന്നെ ഈ പൂമാല ഇങ്ങോട്ടേക്ക് കൊടുത്തു വിട്ടതാ. പക്ഷെ ആ വണ്ടി ആരോ തട്ടിയെടുത്തു. ഇവളീ പറയുന്നത് സത്യമാണോ എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, സത്യമാണ് സർ, അവനെ വിടടോ എന്ന് പറയുമ്പോൾ സച്ചി ഫോണെടുത്ത് ഫോട്ടോയും വീഡിയോ ക്ലിപ്പുകളും വോയിസ് ക്ലിപ്പുകളൊക്കെ കാണിക്കുകയാണേ. അപ്പോൾ വണ്ടി തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് സത്യം തന്നെയാണല്ലേ? ആരാ വണ്ടി തട്ടിക്കൊണ്ടുപോയത്? അതറിയില്ല സർ, പക്ഷെ ഞാൻ അവരെ പിടികൂടിയതായിരുന്നു. പക്ഷെ അവർ രക്ഷപ്പെട്ടു കളഞ്ഞു. പിന്നെ ഈ പൂമാല ഇവിടെ എത്തിക്കേണ്ടതുകൊണ്ട് അവരെ പിന്തുടരാൻ പറ്റിയില്ല സർ. അപ്പൊ രേവതിയും പറയാണേ, സച്ചിയേട്ടൻ പറയുന്നതൊക്കെ സത്യമാണ് സർ. ഓ, അപ്പൊ എന്റെ എതിർകക്ഷികളുടെ പണിയായിരിക്കും അത്. എന്നോട് നേരിട്ട് മുട്ടാൻ പേടിയായതുകൊണ്ട് മറിഞ്ഞിരുന്ന് ആക്രമിക്കുക. അവരെ ഞാൻ കാണിച്ചു കൊടുത്തോളാം. ഈ ഇലക്ഷൻ കഴിയുമ്പോഴേക്കും ഞാൻ ആരാണെന്ന് അവരറിയും എന്നും പറഞ്ഞ് സച്ചിയുടെ തോളിൽ തട്ടിയിട്ട് പറയുന്നുണ്ട്, പോട്ടടോ, ഞാൻ അറിയാതെ ചെയ്തു പോയതാ, താൻ ഇതൊന്നും കാര്യാക്കണ്ട എന്നും പറഞ്ഞ് ക്യാഷ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയണേ. അഡ്വാൻസ് ഒഴികെ ബാക്കി എല്ലാ തുകയും ഇതിലുണ്ട് എന്ന് പറയുമ്പോൾ സച്ചി പറയും, ഞാനല്ല സർ, പൂക്കടയുടെ ഓണർ, എൻ്റെ ഭാര്യയാണ്, അവളുടെ കയ്യിൽ കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ അയാൾ ക്യാഷ് രേവതിയുടെ കയ്യിൽ കൊടുക്കുകയാണേ. എന്നിട്ട് അയാൾ പറയും സച്ചിയോട്, താൻ ഏതായാലും വലിയൊരു ധൈര്യശാലിയാണ് കേട്ടോ, വേറെ വല്ലവരും ആണെങ്കിൽ ഇട്ടേച്ച് പോയേനെ. തനിക്ക് രാഷ്ട്രീയത്തിൽ ഒരു ഭാവി കാണുന്നുണ്ട്. താൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ ഞാൻ നിന്നെ പൂമാല ഇട്ട് സ്വീകരിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതിക്ക് സന്തോഷമാവാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും 5000 രൂപ വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ സച്ചിക്ക്. അയ്യോ സാർ, അതൊന്നും വേണ്ട, അത് പറഞ്ഞാൽ പറ്റില്ല, ഏട്ടൻ തരുന്നതല്ലേ, ഇത് വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് സച്ചിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. തനിക്ക് എന്താവശ്യം വന്നാലും ഒരേട്ടൻ എന്ന നിലയിൽ എന്നോട് തനിക്ക് എന്തോ ആവശ്യപ്പെടാട്ടോ എന്നും പറഞ്ഞ് അയാൾ അങ്ങ് പോവാണേ.